ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഇൻസ്പിറേഷണൽ സ്റ്റോറിയിലേക്കാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2 വീഡിയോസ്, അശ്വത്ഥാത്മാവിൻ്റെയും കൽക്കിയുടെയും വീഡിയോസ് ഇട്ടപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലുള്ള വേറെ സ്റ്റോറീസ്, റിയൽ ലൈഫിലുള്ള സ്റ്റോറീസൊക്കെ ഷെയർ ചെയ്യാമോ. അപ്പോൾ എനിക്ക് തോന്നി എനിക്കറിയാവുന്ന കഥകൾ ഇതിലൂടെ പറഞ്ഞാൽ നന്നായിരിക്കും തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ സ്റ്റോറിയിലേക്ക് എത്തുന്നത്. കഥ തുടങ്ങുന്നത് 1942 42 ഷിക്കാഗോയിലെ ഇലിനോയ്, അമേരിക്കയിലെ ഷിക്കാഗോയിലെ ഇലിനോയ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ കഥാനായകൻ ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഹാരി. നമുക്ക് അദ്ദേഹത്തെ ഹാരി എന്ന് വിളിക്കാം. അപ്പോൾ ഹാരി എന്നാണ്. അപ്പോൾ ഹാരിയുടെ അച്ഛനും അമ്മയും ബെലാറസിൽ നിന്ന്, സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന ബെലാറസിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തവരാണ്. അവരുടെ മകനായിട്ടാണ് ഹാരി ജനിക്കുന്നത്. അപ്പോൾ ഹാരി പഠനത്തിലൊക്കെ മിടുക്കനായിരുന്നു. അദ്ദേഹം സ്കൂളിൽ പഠിക്കുമ്പോൾ ഹാരി കലാപരമായ കാര്യങ്ങളിലെല്ലാം നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു. റേഡിയോ ജോക്കി ആയിട്ടും അദ്ദേഹത്തിൻ്റെ സൗണ്ടൊക്കെ വളരെ നല്ലതാണ്. ഡ്രാമയിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു. അങ്ങനെ എല്ലാവരും ഒരുപാട് അനുമോദനങ്ങൾ ഹാരിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഹാരിക്ക് തന്നെ തോന്നി ഇത് തൻ്റെ മേഖലയാണ്, താൻ ഈ കലയുമായി ബന്ധപ്പെട്ടൊരു മേഖലയിൽ തന്നെ വർക്ക് ചെയ്യണമെന്ന് ഹാരിക്ക് തോന്നുകയാണ്. അപ്പോൾ സ്വാഭാവികരും കലയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ സിനിമയാണല്ലോ ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റ്. അങ്ങനെ ഹാരി എങ്ങനെയെങ്കിലും സിനിമയിൽ ഒരു നടനോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ക്രൂവോ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്ന് വിചാരിച്ചിട്ട് സിനിമയുടെ ഈറ്റില്ലമായ ഹോളിവുഡിലേക്ക് വണ്ടി കയറുന്നു. കാലിഫോർണിയ സ്റ്റേറ്റിലുള്ള ഹോളിവുഡിലേക്ക് വണ്ടി കയറുന്നു. അപ്പോൾ അദ്ദേഹം ഹോളിവുഡിലേക്ക് എത്തപ്പെടുകയാണ്. അപ്പോൾ അവിടെ എത്തപ്പെടുന്ന ഹാരിക്ക് അദ്ദേഹത്തിന് കൂടെ കുറേ പേരുണ്ടാവുമല്ലോ, അമേരിക്കയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന അതേ ഡ്രീമോടുകൂടി, അതായത് സിനിമയിൽ എത്തണമെന്ന ഡ്രീമോടുകൂടി വരുന്ന ആയിരക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിന് കൂടെ ഉണ്ടാവുമല്ലോ. അപ്പം അവരെല്ലാം ഈ ഹോളിവുഡിലെത്തുന്നു. ഇത് നമ്മൾ എവിടെയെങ്കിലും ഒരു സെയിം അംബീഷനുമായിട്ട് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ആ അംബീഷനുമായിട്ടുള്ള ആൾക്കാർ നമുക്കൊരു പരിചയമില്ലെങ്കിൽ നമ്മൾ അവരൊരു നെറ്റ്വർക്കൊക്കെ ഫോം ചെയ്യും. ഇപ്പം ഈ കോടമ്പക്കം പോകുന്ന സിനിമയെ ബന്ധപ്പെട്ട് കോടമ്പക്കത്ത് പോകുന്ന ആൾക്കാരെല്ലാം അവരൊരു നെറ്റ്വർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ കണക്റ്റഡ് നെറ്റ്വർക്ക്സൊക്കെ ഫോം ചെയ്യും. അപ്പോൾ അതുപോലെ ഹാരിയും ഒരു വലിയ നെറ്റ്വർക്കൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ആ നെറ്റ്വർക്കിലുള്ള ആൾക്കാരുമായിട്ട് സ്ഥിരം വൈകുന്നേരങ്ങളിൽ അവരൊരു ബിയറൊക്കെ കഴിക്കാൻ പോകുമ്പോഴത്തേക്കും അവർ സംസാരിക്കുന്നു, എന്താണ് ഡ്രീം, എന്താവണമെന്നൊക്കെ അവരൊരു വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഹാരി മനസ്സിലാക്കിയെന്ന് വെച്ചാൽ എല്ലാവർക്കും സിനിമയിൽ എന്തെങ്കിലും ആയി തീരണം. ഒരാൾക്കിപ്പോൾ നടനാവണമെങ്കിൽ വേറൊരാൾക്ക് നടിയായി തീരണം, മറ്റൊരാൾക്ക് ടെക്നീഷ്യനായി തീരണം. അപ്പോൾ എങ്ങനെയും സിനിമയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമായി തീരുക എന്ന ആഗ്രഹത്തോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് എല്ലാവരും. പക്ഷേ അവർക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് സിനിമയിലെത്തണം. അതായത് 2 വർഷം അല്ലെങ്കിൽ 1 വർഷം ആ ഒരു ഫിക്സഡ് ടൈം ലൈനിൻ്റെ അകത്ത് സിനിമയിലെത്താൻ വേണ്ടി ഭയങ്കര ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഹാരി ഇവരുടെ എല്ലാം ലൈഫ് സ്റ്റോറീസ് ഇങ്ങനെ കേൾക്കുവാണ്. അപ്പം ഹാരിക്ക് തോന്നി താൻ എന്തായാലും ഒരു ചെറിയ ടൈം സ്പാനിൻ്റെ ഗെയിം കളിക്കുന്നില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ഹോളിവുഡിൽ നിന്ന് കഴിഞ്ഞിട്ട് ലോങ് ടേമിൽ ഒരു സിനിമയിലെത്താനുള്ള വഴി നമുക്ക് തേടാമെന്ന് ഹാരി തീരുമാനിക്കുന്നു. അതായത് പുള്ളി ഒരു ഷോർട്ട് ടേമിലൂടെ എങ്ങനെയെങ്കിലും സിനിമയിൽ എത്തപ്പെടുക എന്നുള്ളതിനുപരി ലോങ് ഗെയിം കളിക്കാനുള്ള ഒരു തീരുമാനം എടുക്കുന്നു. അങ്ങനെ ഹാരി ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സിനിമയിലെല്ലാം ചെറിയ വോയിസ് ഓവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വോയിസ് വളരെ നല്ലതായിരുന്നുകൊണ്ട് ഒരുപാട് സിനിമകളിൽ അങ്ങനത്തെ ക്രെഡിറ്റ് ഈ വോയിസ് ഓവർ ചെയ്യാനായിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷേ ഒരു സിനിമയിലും പുള്ളിക്ക് ക്രെഡിറ്റ്സ് കിട്ടാറില്ല. അപ്പോൾ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിനയിച്ചവർ എന്ന് എഴുതി കാണിക്കുമ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ, ഞങ്ങൾ അവതരിപ്പിക്കുന്നു, റഹ്മാൻ എന്നൊക്കെ എഴുതി കാണിക്കുമ്പോഴത്തേക്കും ഒരു ഭയങ്കരമായ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അക്നോളജ്മെൻറ്റ് പുള്ളിക്ക് കിട്ടുന്നില്ല ഈ സിനിമകളിൽ നിന്നൊന്നും തന്നെ. സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, അഭിനയിച്ച ആൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ. ഇന്നത്തെ പോലെ ഒരു ലോങ് ക്രെഡിറ്റ് സിസ്റ്റം ഒന്നും സിനിമ കഴിഞ്ഞ ഉടനെ ഏതാണ്ടൊരു 10 മിനിറ്റോളം ക്രെഡിറ്റ്സ് മാത്രം കൊടുക്കുന്ന സിസ്റ്റം ഒന്നും അന്ന് ഇല്ല. അപ്പം ഇതൊക്കെയാണെങ്കിലും ഹാരി ഒരു തരത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഒരു 25-26 വയസ്സാകുമ്പോഴാണ് ഈ ഹോളിവുഡിൽ എത്തുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ചെറിയ അവിടെ ഇവിടെയൊക്കെ ഉള്ള വേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി കാലത്തിൻ്റെ ഇതിൽ പുള്ളി വിവാഹം കഴിക്കുന്നു. പുള്ളിക്ക് 2 മക്കളാവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രാരാബ്ദങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ മക്കളൊക്കെ ആയപ്പോൾ അവരൊരു ചെറിയ വീടൊക്കെ എടുത്ത് മാറുന്നു. അപ്പോൾ വീടെന്ന് പറഞ്ഞാൽ ഒരു ഫിക്സർ അപ്പർ വീടാണ്. ഫിക്സർ അപ്പർ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അമേരിക്കയിൽ വളരെ സ്ഥിരമായി ഉള്ള ഒരു സമ്പ്രദായം എന്ന് വെച്ചാൽ ഈ വീടുകൾ കൂടുതലും ഫുഡൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, തടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ചെറിയ വർക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ ഓണേഴ്സ് ഫിക്സ് ഒന്നും ചെയ്തില്ല. അവരത് അടുത്ത സെല്ലറിന് വില കുറച്ച് അങ്ങ് കൊടുക്കും, കിട്ടുന്ന വിലയ്ക്ക് അങ്ങ് വിൽക്കും. അങ്ങനെ റീസെല്ലിങ് ഭയങ്കര വ്യാപകമായി നടക്കുന്ന ഒരു
ഹൗസിംഗ് മാർക്കറ്റാണ് അമേരിക്കയിലുടനീളമുള്ളത്. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു തരക്കേടില്ലാത്തൊരു വീട്, നമുക്ക് ഒരുപാട് പണിയൊക്കെ ഉള്ള വലിയ കുഴപ്പമില്ലാത്ത കയറി കിടക്കാമെന്നുള്ള രീതിയിലൊരു വീട് പിന്നെ ഹാരി തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് തരപ്പെടുത്തുവാണ്. അപ്പോൾ ഈ അങ്ങനെ ഒരു വീട് കിട്ടുമ്പോഴും ഹാരിക്ക് വീട്ടിലുള്ള പണികൾ ഇഷ്ടം പോലെ ഉണ്ട്. ജനലും വാതിലും അവിടെ എവിടെയും പൊട്ടിക്കിടക്കുന്നതും ഒക്കെ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഹാരി ഓരോന്നായിട്ട് ഫിക്സ് ചെയ്യുകയാണ്. കാര്യം അല്ലാണ്ട് ഒറ്റയ്ക്ക് ഈ സിനിമയിൽ ചാൻസ് ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വട്ടായി പോകുമല്ലോ. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാനായിട്ട് ഹാരി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള മരപ്പണിയും മറ്റുമൊക്കെ ഇങ്ങനെ ചെയ്യുകയാണ്. പതുക്കെ ഹാരി അതിന് ഭയങ്കര എക്സ്പേർട്ടായി മാറുന്നു. അതായത് ഹാരിക്ക് തന്നെ ഈ എന്താ പറയുക, ഈ ഒറ്റയ്ക്ക് ഇരുന്ന് സമയം കളയുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതൊക്കെ ചെയ്യുക. ഭയങ്കര ഒരു മെഡിറ്റേഷൻ പോലത്തെ സെറ്റപ്പിലോട്ട് വരുന്നു ഹാരിക്ക്. അങ്ങനെ പതുക്കെ ഹാരി ഒരു കാർപ്പൻറ്ററായി മാറുകയാണ്, ഒരു മരപ്പണിക്കാരനായി മാറുന്നു. അദ്ദേഹത്തിൻ്റെ വീടെല്ലാം അദ്ദേഹം റെഡിയാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചു, ഈ വീടിന് കുറേ പണിയുണ്ടായിരുന്നല്ലോ, ഇതെല്ലാം റെഡിയാക്കില്ല, ഹാരിയാണ് ചെയ്ത് എല്ലാ പണിയും വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഹാരിയെ പതുക്കെ അവരെ വീട്ടിലോട്ട് എന്തെങ്കിലുമൊക്കെ പണിയുണ്ടെങ്കിൽ ഹാരിയെ വിളിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഹാരി അതൊന്നും കുഴപ്പമില്ല, ഹാരി നേരെ പോയി ഇവരുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പണിയുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല സിനിമയിൽ നിന്നും കിട്ടുന്നതിനേക്കാളും വരുമാനം ഈ വുഡ് വർക്ക് കാർപ്പൻട്രിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബമൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ട്. ഹാരി അങ്ങനെ തരക്കേടില്ലാതെ പോകണം. പക്ഷേ ഹാരിയുടെ ഉള്ളിൽ വേറെയായിരുന്നു ചിന്ത. ഹാരിയുടെ ഉള്ളിലുള്ള ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നഗരം മുഴുക്ക, ഈ ഹാരി താമസിക്കുന്ന ബെവർലി ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ബെവർലി ഹിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ ഈ കോടമ്പക്കം പോലത്തെ ഒരു സ്ഥലമാണ്. ഈ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമയുമായി ബന്ധപ്പെടുന്ന ആൾക്കാർ മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ സ്റ്റണ്ട് ആർട്ട്, പിന്നെ സ്റ്റണ്ട് മാൻ, അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ, പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്, ആക്ട്രസ്, അങ്ങനെ ആരെ നോക്കിയാലും അവരൊരാൾ സിനിമയായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അതും ഭയങ്കര പോഷായിട്ടുള്ളൊരു ഏരിയയാണ് ഈ ബെവർലി ഹിൽസ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ലോവർ സൈഡിലാണ് ഹാരി താമസിക്കുന്നത്. അപ്പോൾ ഹാരിയുടെ എയിം എന്ന് പറഞ്ഞാൽ താനീ കാർപ്പൻട്രി വർക്ക് നല്ലവണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നല്ല റെഫറൽസ് ഹാരിക്ക് കിട്ടും. എന്നുവെച്ചാൽ ഇപ്പം നമ്മളൊരു ആളെ വിളിച്ചു, കാർപ്പൻറ്റർ വർക്ക് ചെയ്തു, അയാൾ മിടുക്കനായിട്ട് പണി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്ത് നമ്മുടെ അടുത്ത് ചോദിക്കണം, അറിയാവുന്ന കാർപ്പൻറ്റർ ആണെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഉണ്ട്, നമ്മൾ ഇങ്ങനത്തെ ഒരാളുണ്ട്, ആ പുള്ളി നല്ല വർക്ക് ചെയ്യുന്ന ആളാണ് എന്ന് നമ്മൾ പറയും. അപ്പോൾ അത് തന്നെയായിരുന്നു ഹാരിയുടെ ലക്ഷ്യം. എന്നുവെച്ചാൽ കോണ്ടാക്റ്റുകൾ ബിൽഡ് ചെയ്യുക, തൻ്റെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക. ആ നെറ്റ്വർക്കിലൂടെ സിനിമയുടെ വലിയ ലെവലിലുള്ള ആരെങ്കിലും കാണാനും നല്ല റോളുകൾ കിട്ടും എന്നുള്ള ഒരാഗ്രഹത്തിൽ ഹാരി അങ്ങനെ കാർപ്പൻട്രി വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ കാർപ്പൻട്രി വർക്ക് ചെയ്യുന്നതിൽ മിടുക്കനാണ്. ചെറിയ എന്താ പറയുക, ഒരു ചെറിയ പിഴവ് പോലും ഇല്ലാതെ ഹാരി ആ വർക്ക് മികച്ചതായിട്ട് ചെയ്യും. ഒരു ഹാഫ് ആൻ ഇഞ്ചോ അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ ഇഞ്ച് പോലും ഒരു സ്ലാക്കിങ് ഇല്ലാതെ പുള്ളി ഭംഗിയായിട്ട് പുള്ളിയുടെ വർക്കെല്ലാം ചെയ്യും. അങ്ങനെ പുള്ളി വർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്നു. ഒരു 1-2 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി പതുക്കെ അവിടുത്തെ അറിയപ്പെടുന്ന കാർപ്പൻറ്ററായി മാറി. കാർപ്പൻറ്റേഴ്സ് ഓഫ് ദി സ്റ്റാറുകളുടെ മരപ്പണിക്കാരൻ എന്നുള്ള പദവി ഈ ഹാരിക്ക് കിട്ടി തുടങ്ങി. അതായത് അവിടുത്തെ ഏത് വലിയ വില്ലയിലും മറ്റേ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സോ ആക്ടേഴ്സോ അവർക്ക് എന്ത് വർക്കുണ്ടെങ്കിലും ഡയറക്ടറായിട്ട് നമ്മളെ ഹാരി വിളിച്ചാൽ ഹാരി വന്ന് വൃത്തിയായി ചെയ്തോളും എന്നുള്ളത്. അവർ ആർക്കിടെക്റ്റുകളുമായിട്ട് ടൈപ്പായി. അപ്പോൾ ഹാരിക്ക് അത്യാവശ്യം നല്ല കോണ്ടാക്റ്റായി. അങ്ങനെ ഹാരി അവിടെയുള്ള അപ്പർ സർക്കിളിലുള്ള ആൾക്കാരുമായിട്ട് ഹാരിയും പുള്ളിക്കാരൻ്റെ വൈഫും ഒക്കെ നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് തുടങ്ങി. അങ്ങനെ ഹാരിക്ക് ഒരു കൂട്ടുണ്ടായ ആളാണ് ഫ്രാൻസിസ് കൊപ്പോള എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫ്രാൻസിസ് കൊപ്പോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് ഫാദർ എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ സിനിമയിലെ ഡയറക്ടറാണ്. അദ്ദേഹം ഈ ഇംഗ്ലീഷ് സിനിമയിൽ അല്ലെങ്കിൽ ലോക സിനിമയിൽ ഇതുവരെ ജീവിച്ചിരുന്നതിൽ ഏറ്റവും പ്രഗത്ഭന്മാരായ ഡയറക്ടേഴ്സിൽ ഒരാളാണ് ഫ്രാൻസിസ് കൊപ്പോള. അപ്പോൾ അദ്ദേഹമൊക്കെ ഹാരിയുടെ ഫ്രണ്ട്സായി. അപ്പോൾ ഈ പിന്നെ ഫ്രാൻസിസ് കൊപ്പോളയുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വർക്കുണ്ടെങ്കിൽ ഹാരിയെ വിളിക്കും. അങ്ങനെയെല്ലാം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഗോഡ് ഫാദർ ഭയങ്കര സക്സസ് ആയതോടുകൂടി ഫ്രാൻസിസ് കൊപ്പോള എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ തൻ്റെ ഓഫീസൊക്കെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഓഫീസൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിക്കാനായിട്ട് നമ്മൾ ഹാരിയെ വിളിക്കുന്നു. ഹാരിക്ക് പ്ലാനെല്ലാം കൊടുക്കുന്നു. ഹാരി ഇതൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മൾ ഇത്ര വലുതാക്കണം, ഇതിന് പുറമേ എൻ്റെ വീട്ടിലും കുറച്ച് വർക്കൊക്കെ ഉണ്ട്, അപ്പോൾ ലാർജ് കോൺട്രാക്റ്റ് വർക്കാണ്. അപ്പോൾ ഹാരി പറഞ്ഞത് ഭംഗിയായിട്ട് ചെയ്യാം, ഒരു പ്രശ്നമില്ല, എല്ലാ സംഭവങ്ങളും റെഡിയാക്കാം എന്ന് പറഞ്ഞ് ഹാരി തൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുകയാണ്, കാർപ്പൻട്രി വർക്ക്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇടയിൽ ഫ്രാൻസിസ് കൊപ്പോളയുമായിട്ടുള്ള സുഹൃത്ത് ബന്ധം കൊണ്ട് തന്നെ 1-2 സിനിമകളിലൊക്കെ നല്ല റോളുകളൊക്കെ ചെറുതായിട്ടൊക്കെ കിട്ടി തുടങ്ങി. എന്നാലും ഭയങ്കര പ്രശസ്തമായ ഇത് നമ്മളെ ഹാരി അല്ലേ എന്ന് പറയുന്ന രീതിയിലുള്ള റോളുകളൊന്നുമില്ല. അവിടെയൊക്കെ ചെറിയ റോളൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഫ്രാൻസിസ് കൊപ്പോളയുടെ കൂട്ടുകാരനായ ജോർജ്
അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പേര് ഞാൻ പറയുന്നില്ല, പിന്നെ പറയാം. ജോർജ് ഫ്രാൻസ് കപ്പോളയെ കാണാനായിട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ സുഹൃത്ത് വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് അവർ കാര്യങ്ങളൊക്കെ പറയുന്നു, സിനിമയെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ജോർജ് പറയുകയാണ്, ഞാൻ അടുത്തൊരു പടം ഇതുപോലെ എടുക്കാൻ ഉദ്ദേശിക്കുകയാണ്, ഈ ഒരു സംഭവങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, ഇതുവരെ നമ്മൾ ഇംഗ്ലീഷ് പടങ്ങളിലൊന്നും വന്നിട്ടില്ലാത്ത ഒരു സമീപനമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫ്രാൻസ് കപ്പോളെ ഇത് അടിപൊളി സാധനമാണല്ലോ, ഇത് വർക്കൗട്ടാവും എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്യുവാണ്. അപ്പോൾ ജോർജ് പറയുന്നത്, എൻ്റെ കയ്യിൽ സ്ക്രിപ്റ്റൊക്കെ ഉണ്ട്, അപ്പോൾ നമ്മൾ ഓഡിഷൻ ചെയ്യുവാണ്, അപ്പം ഇതിൽ ഏത് സാധനം നമ്മൾ ആക്ടേഴ്സിന് കൊടുക്കണം ഓഡിഷൻ ചെയ്യാനായിട്ട് എന്നുള്ള രീതിയിലൊക്കെ ഫ്രാൻസ് കപ്പോളെ മാറ്റി പിന്നെ ഡിസ്കസ് ചെയ്യുവാണ്. അതായത് ഇവിടെ ഇംഗ്ലീഷ് സിനിമകളിൽ എത്ര വലിയ ആക്ടേഴ്സ് ആണെങ്കിലും അവർ ഓഡീഷൻ കഴിഞ്ഞ് സെറ്റാണെങ്കിൽ മാത്രമേ അവരെ ആ മൂവിയിലോട്ട് കാസ്റ്റ് ചെയ്യുള്ളൂ. അല്ലാണ്ട് പിന്നെ വലിയ ഒരു ആക്ടറാണെന്ന് കരുതി അതിനെ ബേസ് ചെയ്ത് ആ ആക്ടറിനെ ബേസ് ചെയ്ത് പടങ്ങൾ അങ്ങനെ എടുക്കാറില്ല. കൂടുതലും സ്റ്റുഡിയോ ബേസ്ഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് ആയതുകൊണ്ട് സ്റ്റുഡിയോ ആണ് കാസ്റ്റ് ചെയ്യുന്നത്, ആരാണ് ബെറ്റർ ഫിറ്റ് എന്നുള്ള നിലയിൽ. അപ്പോൾ അങ്ങനെ അവർ തീരുമാനിക്കുന്നു, ഇത് നമ്മൾ കുറച്ച് ആക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്യേണ്ടത് പിന്നെ ഓഡിഷൻ ചെയ്യാനായിട്ടുണ്ട്, അതിന് ഏത് ഭാഗമാണെന്ന് പറയുന്നു. അപ്പോൾ സ്ക്രിപ്റ്റിലുള്ളൊരു ഭാഗം അവർ സെലക്ട് ചെയ്യുന്നു. ഫ്രാൻസ് കപ്പോളയും നമ്മുടെ ജോർജും കൂടി ഇരുന്നു അതെല്ലാം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ജോർജിന് പെട്ടെന്ന് പിന്നെ ഒരാഗ്രഹം, ഈ സ്ക്രിപ്റ്റ് ഇതൊന്ന് വായിക്കണമല്ലോ. അതായത് ഈ ഓഡിഷൻ ചെയ്യുമ്പോൾ ശരിക്കും ഒരാൾ സ്ക്രിപ്റ്റ് വായിച്ചു കൊടുക്കണം. അങ്ങനെ വായിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ഇമോഷനൊക്കെ ഇട്ട് വേണം വായിച്ചു കൊടുക്കാൻ. അതായത് ഡയലോഗിലുള്ള പിച്ചിങ്ങും ടോണിങ്ങും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വേണം പറഞ്ഞു കൊടുക്കാൻ. എന്നാലേ ഈ അഭിനയിക്കുന്ന ആൾക്ക് മനസ്സിലാവുള്ളൂ ഏത് ടോണിൽ അയാളത് പ്രസൻറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ പിന്നെ ഫ്രാൻസ് കപ്പോളോ ഇങ്ങനെ ചുറ്റും നോക്കുന്നു ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പം പെട്ടെന്ന് അവിടെ ഒരാൾ പണിയാണെങ്കിൽ കാർപ്പൻറ്റർ വർക്ക് കൊണ്ടിരിക്കുന്നത് കാണുകയാണ്. അത് നമ്മളെ ഹാരിയാണ്. അപ്പോൾ ഫ്രാൻസിസ് പിന്നെ അത് ജോർജ് ഫ്രാൻസ് കപ്പോളോട് എടുത്ത് തോന്നി, ഇത് നമ്മുടെ ഹാരിയല്ലേ, ഇടയ്ക്കിടയ്ക്ക് 1-2 സിനിമകളിലൊക്കെ വന്നിട്ടുള്ള, എന്നെ തന്നെ വേറെ 1-2 സിനിമകളിലൊക്കെ പുള്ളി വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രാൻസ് കപ്പോളോ അതെ ചെറിയ റോളുകളൊക്കെ ഉണ്ട്, പക്ഷേ മെയിനായിട്ട് നല്ല കാർപ്പൻറ്ററി വർക്കാണ് എന്നുള്ള രീതി പറഞ്ഞു. അപ്പോൾ പിന്നെ ജോർജ് ഹാരിയെ വിളിച്ചു. ഹാരി ചെല്ലുന്നു. അപ്പോൾ ഹാരി വന്നു, ഹാരി ഇത് ഞാൻ ചെയ്യാൻ പോകുന്ന പുതിയ സിനിമയുടെ സ്ക്രിപ്റ്റാണ്, ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ കുറച്ച് ആക്ടേഴ്സിനെ ഓഡീഷൻ ചെയ്യുവാണ്. അപ്പോൾ ഓഡീഷൻ ചെയ്യുമ്പോഴത്തേക്കും ഈ സ്ക്രിപ്റ്റ് റീഡ് ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കണം, എന്നാലും മാത്രമേ അവർക്ക് ഓഡിഷൻ ചെയ്യാൻ പറ്റൂ. ഒന്ന് റീഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഹാരി അത് റീഡ് ചെയ്യുന്നു. പിന്നെ ജോർജിന് അത് ഇഷ്ടപ്പെടുന്നു. ജോർജ് പറഞ്ഞു, ശരി ഓക്കെ, അത് ഇന്ന ദിവസമാണ് നമ്മൾ സ്റ്റുഡിയോയിൽ വെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അന്നേ ദിവസം സ്റ്റുഡിയോ വരിക എന്ന് പറയുന്നു. പിന്നെ ഹാരി പറയുന്നു, ശരി ഞാൻ തീർച്ചയായിട്ടും സ്റ്റുഡിയോയിലെത്താം എന്ന് പറയുന്നു. അങ്ങനെ ഹാരി ആ ദിവസം പറഞ്ഞ ദിവസം സ്റ്റുഡിയോയിലെത്തുന്നു. സ്റ്റുഡിയോയിലെത്തിയ ഹാരിയെ കാത്ത് ജോർജ് എവിടെ ഉണ്ട്, ബാക്കി ആക്ടേഴ്സൊക്കെ വന്നു തുടങ്ങുന്നു. ജോർജ് പറഞ്ഞു, എല്ലാ ആക്ടേഴ്സും വരുന്നുണ്ട്, നീ കറക്റ്റായിട്ട് സ്ക്രിപ്റ്റ് കറക്റ്റായി വായിച്ചു കൊടുക്കണം, വേറെ കുഴപ്പമൊന്നും വരുത്തരുത്, നമ്മൾ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസസ് നോക്കി വേണം നമുക്ക് ഈ റോളിനുള്ള ആളെ സെലക്ട് ചെയ്യാമെന്ന് പറയുന്നു. ഏതാണ്ട് 300ഓളം ആക്ടേഴ്സ് അന്ന് വന്ന് ഈ റോളിന് വേണ്ടി ഓഡിഷൻ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാരി ഈ സ്ക്രിപ്റ്റ് വായിച്ചു കൊടുക്കുകയാണ്, ഇങ്ങനെയാണ് അതിൻ്റെ പിന്നെ ആംഗിൾസ് ഇങ്ങനെയാണെന്നൊക്കെയുള്ള രീതിയിൽ, ഇമോഷണൽ ആംഗിൾസ് ഇങ്ങനെയാണെന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ജോർജ് അന്നത്തേക്കുള്ള കാശൊക്കെ കൊടുത്ത് ഹാരിയുടെ അടുത്ത് ശരി ഓക്കെ ഹാരി കാണാമെന്ന് പറയുന്നു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഫ്രാൻസ് കപ്പോള നമ്മൾ ഹാരി വിളിക്കുന്നു, ഹാരി നീ പെട്ടെന്നൊന്ന് വീട് വരെ വരണം, ഒരു കാര്യമുണ്ട്, അത്യാവശ്യമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഹാരി വീട്ടിലെത്തുന്നു. അപ്പോൾ ഫ്രാൻസ് കപ്പോള പറയുകയാണ്, ഒരു ഗംഭീര ന്യൂസുണ്ട്. അപ്പോൾ ഹാരി പറയുന്നത് എന്താണ് സാർ, ഏതെങ്കിലും പുതിയ റോളാണ്, സാറിൻ്റെ പടത്തിലാണ്, എന്താണ് പുതിയ റോൾ? അപ്പോൾ പറയുന്നത് അതൊന്നുമല്ല, നമ്മുടെ ജോർജിൻ്റെ പടത്തിൽ ജോർജ് ചെയ്യാൻ വെച്ചിരുന്ന റോള്, ആ ഓഡിഷൻ ചെയ്ത റോൾ, ജോർജ് നിൻ്റെ പെർഫോമൻസ് ഭയങ്കര, നീ ആ സ്ക്രിപ്റ്റ് വായിച്ചതും ആ ഡയലോഗ് ടോണിങ്ങും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നിന്നെയാണ് ആ റോളിൽ കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഹാരി ഞെട്ടിപ്പോയി. പിന്നെ ഇത്രയും വലിയ റോള്, ഇത്രയും വലിയ പ്രോജക്റ്റ്. അങ്ങനെ ആ സിനിമ അതിലെ മെയിൻ റോളിൽ ഹാരി വരുവാണ്. ആ സിനിമയുടെ പേരാണ് സ്റ്റാർ വാർസ്. ആദ്യമായിട്ടിറങ്ങിയ സ്റ്റാർ വാർസ് 1979 ഇറങ്ങിയ സ്റ്റാർ വാർസ് മൂവി. അതിൽ ഹാൻ സോളോ ആയിരുന്നു ഹാരി പിന്നെ അവതരിപ്പിച്ച കഥാപാത്രം. അന്ന് അദ്ദേഹം ഫ്രാൻസ് കപ്പോളയുടെ വീട്ടിൽ കണ്ട ജോർജ് എന്ന് പറയുന്നത് ജോർജ് ലൂക്കാസ് എന്ന ഹോളിവുഡിലെ ഇതിഹാസ ഡയറക്ടർ, ഇതിഹാസ പ്രൊഡ്യൂസർ, സ്റ്റാർ വാർസ്, ഇൻഡ്യാന ജോൺസ് തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും കൊമേഴ്ഷ്യൽ ഹിറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ഡയറക്ടർ ആണ് ജോർജ് ലൂക്കാസ്. ഇനി ഹാരി ആരാണെന്ന് അറിയണ്ടേ? ഹാരി സ്റ്റാർ വാർസിൽ ഹാൻ സോളോ എന്ന ക്യാരക്ടർ പ്ലേ ചെയ്ത് ഇൻഡ്യാന ജോൺസ് എന്ന ക്യാരക്ടർ പ്ലേ ചെയ്ത ഹാരിസൺ ഫോർഡായിരുന്നു നമ്മുടെ കഥയിലെ നായകനായ ഹാരി. അപ്പോൾ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച് ഒരു വലിയ ആഗ്രഹവുമായി ഒരു വലിയ നഗരത്തിലെത്തി, ആ ആഗ്രഹത്തിനെ ചേർത്ത് പിടിച്ച് അതിനുവേണ്ടി മാക്സിമം ടൈം എഫേർട്ട് ഇട്ട്
അത് സക്സസ്ഫുള്ളാക്കിയ ഹാരിയാണ് നമ്മുടെ ഹാരിസൺ ഫോർഡാണ് നമ്മുടെ ഇന്നത്തെ കഥയിലെ നായകൻ. പിന്നീട് അങ്ങോട്ട് ഹാരിസൺ ഫോർഡിൻ്റെ തേരോട്ടമായിരുന്നു. ലൈക്ക് 80s തുടങ്ങി ഓൾമോസ്റ്റ് ലൈക്ക് 2000 വരെ ഹാരിസൺ ഫോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്ററിൽ ഹാരിസൺ ഫോർഡ് ഉണ്ടെങ്കിൽ ഈ പടത്തിന് ആൾ കയറും എന്നുള്ള രീതിയിലുള്ള ഒരു സക്സസ് മന്ത്ര ഹാരിസൺ ഫോർഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗംഭീരം ആയിട്ടുള്ള ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ് ഈ ഹാരിസൺ ഫോർഡ്. അത് പല ലെസൺസാണ് നമുക്ക് പഠിക്കാനായിട്ട് ഈ ഹാരിസൺ ഫോർഡിൻ്റെ കഥയിൽ മൊത്തത്തിൽ. ഒന്ന്, എൻഡ്യൂറൻസ് എന്ന് പറയും, പ്ലേയിങ് ദ ലോങ് ഗെയിമാണ്. എന്ന് വെച്ചാൽ പുള്ളി ഒരിക്കലും വന്നിട്ട് പെട്ടെന്ന് എനിക്ക് ഇതാവണം, ഒരു നടനാവണം എന്നുള്ള രീതിയിലല്ല ചിന്തിച്ചത്. പുള്ളി ചിന്തിച്ചത് ഓക്കെ, ഞാനിവിടെ വന്നിട്ടുണ്ട്, എനിക്ക് ആദ്യം ഒരു ബേസ് ഉണ്ടാവട്ടെ, ആ ബേസിൽ നിന്ന് ഞാൻ പിടിച്ചു കയറി ഒരു നല്ല നടനായി മാറും എന്നുള്ളതാണ് പുള്ളി ചിന്തിച്ചത്. നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞ പോലെ ചേസ് യുവർ ഡ്രീംസ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് ഫോളോ എനി ഷോർട്ട് കട്ട്സ്. ഒരു ഷോർട്ട് കട്ടും ഫോളോ ചെയ്യണ്ട. നമ്മൾ ഡ്രീം, നമ്മുടെ പാഷനെ ഫോളോ ചെയ്ത് ലോങ് ഗെയിമിലേക്ക് എപ്പോഴും ഫോക്കസ് ചെയ്യുക. അതിന് ലോങ് ഗെയിം ഫോക്കസ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ആൾക്കാരെല്ലാം വളരെ പെട്ടെന്ന് 1 വർഷം 2 വർഷം അവർക്കൊന്നും ആ ഡ്രീം ആ ടൈമിൻ്റെ അത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തപ്പോൾ ഭയങ്കരമായ വിഷമോ സങ്കടമോ ഒക്കെ വരികയും അവർ വേറെ പ്രൊഫഷനിലോട്ടൊക്കെ പോവുകയും ചെയ്തു. പക്ഷേ ഹാരി അങ്ങനെയല്ല. ഹാരി ആ ലോങ് ടേമിലോട്ട് ഫോക്കസ് ചെയ്യുകയും തൻ്റെ എൻ്റർ കരിയറിനെ അദ്ദേഹം ആ രീതിയിലോട്ട് ചാനൽ ചെയ്യുകയുണ്ടായി. അതും ഡഗ്ലസ് ഹോഫ്സ്റ്റാഡർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞനുണ്ട്. ആ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ഒരു കോഗ്നിറ്റീവ് സയൻറ്റിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലോ ഉണ്ട്, ഹോഫ്സ്റ്റാഡർ ലോ എന്ന് പറയുന്ന ഒരു ലോ ഉണ്ട്. ആ ലോ പറയുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യാനായി ഇത്ര സമയം വേണമെന്ന് നിങ്ങൾ അനുമാനിക്കുന്നു. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരു വർഷം വേണമെന്ന് അനുമാനിക്കുന്നു. പക്ഷേ ആ കാര്യം ചെയ്ത് തീരുമ്പോൾ നിർബന്ധമായും നിങ്ങൾ അതിനേക്കാൾ സമയം എടുത്തിട്ടുണ്ടായിരിക്കും. ഈവൻ ദോ നിങ്ങൾ ഈ നിയമം, ഈ ഹോഫ്സ്റ്റാഡർ ലോ കൂടെ കൺസിഡർ ചെയ്താൽ പോലും നിങ്ങൾ അതിനേക്കാൾ സമയം എടുത്തിട്ടുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയുവാണ്, ഞാനൊരു പുതിയ ഭാഷ പഠിക്കാനായിട്ട്, സ്പാനിഷ് ഭാഷ പഠിക്കാനായിട്ട് 6 മാസം സമയം വയ്ക്കുന്നു. പക്ഷേ അതിന് ഞാൻ പറയുന്നു ഹോഫ്സ്റ്റാഡർ ലോ ഉണ്ട്, അപ്പോൾ 6 മാസത്തിൽ തീരില്ല, 9 മാസം എടുക്കുമായിരിക്കും. പക്ഷേ ആ ലോ പറയുന്നത് നിങ്ങൾ 9 മാസം കൊണ്ടും തീർക്കില്ല, നിങ്ങൾ 12 മാസം കൊണ്ടേ തീർക്കും എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് ഓൾവേസ് ഗോയിങ് ടു ടേക്ക് സം ടൈം ദാൻ യു എക്സ്പെക്റ്റ്. സോ ആ രീതിയിൽ ഒരു ലോങ് ഗെയിം വരിക എന്നുള്ളതാണ്. സ്റ്റേ ദെയർ ആൻഡ് പ്ലേ ദ എൻഡ്യൂറൻസ് ഗെയിം എന്നുള്ളതാണ്. എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ എത്ര കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ടായാലും നമ്മൾ പിടിച്ചു നിൽക്കുക, നമ്മളെ ഫുൾ എഫേർട്ട് കൊടുത്ത് ബെസ്റ്റ് എഫേർട്ട് കൊടുത്ത് പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് എൻഡ്യൂറൻസ് എന്നുള്ളത്. പിന്നെ അദ്ദേഹം കാർപ്പൻട്രി ജോബ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും അദ്ദേഹം ഫോക്കസ് ചെയ്ത കാര്യമുണ്ട്, തൻ്റെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക, ഏറ്റവും നല്ല നെറ്റ്വർക്ക് ഉണ്ടാകുക, ക്വാളിറ്റി ആയിട്ടുള്ള നെറ്റ്വർക്ക് ഉണ്ടാക്കുക. നമുക്ക് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ 1000 ഫോളോവേഴ്സോ 100 ഫ്രണ്ട്സോ 1000 ഫ്രണ്ട്സോ ഉണ്ടെന്നല്ല, 50 പേരുണ്ടെങ്കിൽ 50 പേര് ക്വാളിറ്റി ആയിട്ടുള്ള നെറ്റ്വർക്ക് നമ്മൾ ഉണ്ടാക്കി വെക്കണം എപ്പോഴും. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, നമുക്ക് കരിയർ പ്രൊഫഷണലി ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് കിട്ടുന്നത് നമ്മുടെ ഈ നെറ്റ്വർക്കിൽ നിന്നായിരിക്കും. അതുകൊണ്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നെറ്റ്വർക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ ക്വാളിറ്റി ആയിട്ടുള്ള നെറ്റ്വർക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഹാരി ചെയ്ത പോലെ ചെയ്യുന്ന പണി എന്ത് കാര്യമായാലും വൃത്തിയായിട്ട് ചെയ്യുക, പെർഫെക്റ്റായിട്ട് ചെയ്യുക. നമ്മൾ ഒരിക്കലും ഒരു കാര്യത്തിലും സ്ലാക്ക് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ കാർപ്പൻട്രി ആയിട്ടുള്ള ജോലി ഹാരി ചെയ്യുമ്പോഴും ഹാരി 1 ഇഞ്ചോ 1/2 ഇഞ്ചോ പോലും വിട്ടുകൊടുത്തില്ല. ഒരു കാര്യം ഏറ്റവും നന്നായി ചെയ്യുക. അതുകൊണ്ടാണ് അദ്ദേഹം അവിടുത്തെ ഏറ്റവും കാശ് ചിലവാക്കുന്ന സിനിമാ നടിമാരുടെയും ഒക്കെ പ്രധാന കാർപ്പൻറ്ററായി മാറുന്നത്. കാര്യം എന്ന് വെച്ചാൽ അവരെത്ര കാശ് കൊടുക്കാൻ തയ്യാറാണ്, അവരെ വർക്ക് പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ വർക്ക് എത്തിക്സ് കീപ്പ് ചെയ്തുകൊണ്ടാണ് ഹാരിക്ക് റെഫറൻസ് കിട്ടുന്നതും നല്ല നെറ്റ്വർക്ക് ഉണ്ടാകുന്നതും ആ നെറ്റ്വർക്കിൽ നിന്നും ഗംഭീരമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ കരിയർ ഉണ്ടായി മാറുന്നതുമൊക്കെ. നമ്മൾ പലപ്പോഴും ഈ ചെറിയ ജോലിയാണ് എന്ന് കരുതി നമ്മൾ വിട്ടിട്ട് പോവും. നമ്മൾ അങ്ങനെ അധികം ശ്രദ്ധിക്കാറില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു കാര്യത്തിലും സ്ലാക്ക് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് കാര്യം, ചെറുതും വലുതും ആയിക്കോട്ടെ, എന്ത് കാര്യം ചെയ്താലും 100% എഫേർട്ട് ഇട്ട് ബെസ്റ്റ് ഓഫ് ദ എഫേർട്ട് കൊടുത്ത് വേണം നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട്. കാര്യം അത് ഡെഫിനറ്റ്ലി ലോങ് ഗെയിമിൽ, ലോങ് ടേമിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഷോർട്ട് ടേമിൽ നമുക്കൊരു കാര്യത്തിൻ്റെ റിസൾട്ട് ഉണ്ടായില്ലെങ്കിലും നമ്മൾ മികച്ച രീതിയിൽ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ലോങ് ടേമിൽ അതിൻ്റെ റിസൾട്ട് വന്നുകൊണ്ടേയിരിക്കും. ഹാർഡ് വർക്ക് നെവർ ഗ്രോ അൺനോട്ടീസ്ഡ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല ലെസൺസ് ഉള്ള ഒരു നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് നമ്മുടെ ഹാരി എന്ന ഹാരിസൺ ഫോർഡിൻ്റെ കഥയിൽ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലുള്ള നല്ല വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കാം. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.